ഹായ് ഗൈസ്. ഇപ്പം അനിയത്തിനെയും കൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ പോകണം. വെറുതെ ഇരുന്നാളെ ഞാൻ അങ്ങോട്ടിട്ട് ഇളക്കിയതാണ്. അപ്പം ചായ കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്നല്ല, ജസ്റ്റ് ഒന്ന് ഇതാവാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 കഴിഞ്ഞ് അതിപ്പോൾ 2025 ജനുവരി 2 അപ്പം 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്നോ 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് എന്താ പറയുക, എൻ്റെ ഏറ്റവും മോശം എന്ന് പറയുന്ന ഒരു ഇയർ ആയിരുന്നു 2024. വേർസ്റ്റ് ഇയർ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയും പറയാം. കാരണം നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതാക്കാനും ഒക്കെ നമുക്ക് പറ്റിയൊരു വർഷം. അതുപോലെ തന്നെ ചില നല്ല സൗഹൃദങ്ങൾ കിട്ടാനും അല്ലെങ്കിൽ നമ്മുടെ ഈ ഇത് നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളുകളെ കിട്ടാനും ഒക്കെ പറ്റിയൊരു വർഷമായിരുന്നു 2024 എന്ന് പറയുന്നത്. അപ്പം 2024 സ്റ്റാർട്ടിങ്ങിൽ എല്ലാ വർഷത്തെ പോലെ നോർമലി പോയി. ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ അനിയത്തിക്ക് ആക്സിഡൻ്റ് ആയി. മാർച്ച് 2 ആണെന്ന് തോന്നുന്നു. ഒക്കെ ആക്സിഡൻ്റ് ആയി. എന്താ പറയുക, കാലിൻ്റെ പൊത്തയിൽ 4 വിരൽ ഒടിഞ്ഞു. ഭയങ്കര ഇഷ്യൂസായി. കാരണം അവളൊരു ഞങ്ങൾ തമ്മിൽ 8 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അവൾക്ക് ഇപ്പം 22 വയസ്സായി. ഈ 22 വയസ്സിൽ അവളും അങ്ങനെ വലിയ വേദനകളോ കാര്യങ്ങളോ ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മീൻസ് എനിക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് വയ്യാതെയൊക്കെ കിടന്ന് നമ്മൾ കുറേ വേദനകൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളെ സംബന്ധിച്ച് അവളിതൊന്നും ചെയ്തിട്ടില്ല. അവൾക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വേദനകൾ സഹിക്കുന്നതിനപ്പുറമായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാൻ അവളെ വളർത്തിയത് കൊണ്ട് തന്നെ, ഞങ്ങൾ തമ്മിൽ 8 വയസ്സിന് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊന്നും കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് പോയി. കുഴപ്പമില്ലാതെ അത്യാവശ്യം അവൾ ഓക്കെ ആയി. 2 സർജറി ഉണ്ടായെന്ന് വെച്ചാൽ അവൾക്ക് കാലിൽ റോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൊത്തം 7 റോഡായിരുന്നു എന്ന് തോന്നുന്നു, മറന്നു ഞാൻ. അതിൽ 4 എണ്ണം ഉള്ളിലും 3 എണ്ണം കാലിൻ്റെ പുറത്തോട്ടും കൂടെ ആയിരുന്നു ഇരുന്നത്. അപ്പം 3 എണ്ണം ഒരു ഇത്ര മാസം കഴിഞ്ഞപ്പോഴേ റിമൂവ് ചെയ്തു. പിന്നെ ബാലൻസ് സർജറി എടുത്തു. പക്ഷെ സെക്കൻഡ് സർജറിയിലേക്ക് അവൾ അഡ്ജസ്റ്റ് ആയിരുന്നു. നമുക്ക് വേദനകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് സർജറിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്. ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കാരണം അവൾക്ക് ആക്സിഡൻ്റ് ആയ സമയത്ത് ആരുമില്ലായിരുന്നു. അപ്പം ഞാനും മമ്മിക്ക് ടൈലറിങ് ഷോപ്പ്, തയ്യക്കടയാണ്. മമ്മിക്ക് തുണിയും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചേക്കുന്നതാണ്. മമ്മിക്ക് അടച്ചിട്ട് കൂടെ നിൽക്കാൻ പറ്റില്ല ഫുൾ ടൈം. മമ്മി 2 ദിവസം കൂടുമ്പോഴായിരുന്നു വരുന്നത്, അല്ലെങ്കിൽ 1-2 വരുന്നു മമ്മി വരുന്നത്. അപ്പോൾ ഫുൾ ടൈം ഞാനായിരുന്നു തന്നെ. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അത്രയും ദിവസത്തെ ലീവ് എടുത്തിട്ട് അവളുടെ കൂടെ നിൽക്കുമായിരുന്നു. കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ ആക്സിഡൻറ്റും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ അവിടെ തൊട്ടേ ഞാൻ കുറച്ച് ടൈറ്റ് ആവാൻ തുടങ്ങി. കുറേ കാര്യങ്ങൾ ആ ടൈമിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം എന്താ പറയുക, നമ്മളതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകും. സെപ്റ്റംബറിലായപ്പോഴത്തേനും ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എഡിറ്ററും അങ്ങനെയുള്ള എല്ലാം ഓൾറൗണ്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 7 വർഷം ആകുമ്പോയിരുന്നു. ഡിസംബർ കഴിഞ്ഞപ്പം 7 വർഷം ആകുമായിരുന്നു. പക്ഷേ ഞാൻ അതിന് മുന്നേ സെപ്റ്റംബറിൽ ഞാൻ റിസൈൻ ചെയ്തു. 6.25 വർഷം വർക്ക് ചെയ്തു എന്നാണ് പറയാം. അവിടെ വർക്ക് ചെയ്തു. പക്ഷേ എന്താ പറയുക, അതൊക്കെ ആ ഒരു സെപ്റ്റംബറിൽ റിസൈൻ ചെയ്യുന്നിടം വരെ ഞാൻ അനുഭവിച്ച കുറച്ച് മെൻ്റലി ട്രോമാസ് ഉണ്ട്. കാരണം എന്താ പറയുക, എന്താ പറയുക, അത് ഞാനിവിടെ എന്താണ് റീസൺ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ എല്ലാവരുടെയും പ്രൈവസി മാനിക്കണമല്ലോ. അതുകൊണ്ട് ഞാനത് എന്താണെന്ന് പറയുന്നില്ല. ബട്ട് എന്താ പറയുക, നമ്മൾ ഉറക്കമില്ലാതെ നമ്മളെന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് ചിന്തിച്ച് ഒരുമാതിരി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതായിരുന്നു. കാരണം രാത്രിയിൽ ഉറക്കം കുറവ്, എന്താ പറയുക, ഉറക്കമില്ലാതായിട്ട് തലകറക്കം കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. മിക്ക ദിവസങ്ങളും തലകറക്കമാണ്. തലകറങ്ങി കിടക്കാൻ പറ്റുന്നില്ല. കിടന്നിട്ട് എണ്ണിക്കുമ്പോഴേ
നമ്മൾ കിടന്നിട്ടൊന്ന് തിരിഞ്ഞ് കിടക്കുമ്പോഴേ എല്ലാം തലകറക്കവും കാര്യങ്ങളുമായി, അങ്ങനെ പല പല ഇഷ്യൂസായി. എന്നുവെച്ചാൽ നമുക്ക് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ആരോടും ഷെയർ ചെയ്യുന്ന ഇഷ്ടമല്ല. എനിക്ക് ഒരു 99% എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കാറേ ഉള്ളൂ. ഞാനങ്ങനെ ഷെയർ ചെയ്യാറോ ഒന്നുമില്ല. ഞാനെപ്പോഴും എന്നെ കാണുന്നവർ ചിരിച്ച് ചളിച്ച് ഞാനിങ്ങനെ നടക്കത്തേ ഉള്ളൂ. ഞാനങ്ങനെ ഷെയർ ചെയ്യുന്നൊരു ടൈപ്പേ ഇല്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ആരോടും പറഞ്ഞ ആരുടെയും സിമ്പതിയും കാര്യങ്ങളൊന്നും മേടിക്കാനൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഇതെൻ്റെ കുഞ്ഞാച്ചി എനിക്ക് മേടിച്ചെന്നെ. കുഞ്ഞാച്ചി മീൻസ് എൻ്റെ കുഞ്ഞമ്മയുടെ മോൾ, മൈ ഫസ്റ്റ് ബേബി എന്ന് പറയാം. അവളെനിക്ക് വാങ്ങിത്തന്നതാണ്. അപ്പം നമ്മൾ പറയണ്ടേ, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ കിടക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റണം, ഒരു ടെൻഷനും ഇല്ലാതെ ഉറങ്ങാൻ പറ്റണം. അങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന ഒരു ലൈഫിൽ ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും പറ്റുന്നില്ല. ഫുള്ള് ടെൻഷന്, ഫുള്ള് സമാധാനക്കേട്, നമ്മുടെ ഒരു മെൻ്റൽ പീസായി പോയി. പക്ഷെ ഞാൻ ജോലി റിസൈൻ ചെയ്തു. ആ ഒരു സാധനം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രഷറൊക്കെ ഞാൻ ഏകദേശം റിസൈൻ ചെയ്യുന്ന ടൈം വരെ ഞാൻ പറയില്ല, ഞാൻ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഒരു റിലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്താണെങ്കിലും ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 200% കൊടുത്തു നിൽക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് എന്താ പറയുക, ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു സാധനം ഇട്ടെറിഞ്ഞ് പോവാറില്ല. അതുപോലെ തന്നെ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനും ഭയങ്കര ബാക്ക്ലോട്ടാണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഫോൺ വിളിച്ചിരുന്ന് കഥ പറഞ്ഞിരുന്നു അങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ എനിക്ക് കോൺടാക്ട്സ് കീപ്പ് ചെയ്യാൻ ഭയങ്കര ബാക്ക്ലോട്ടാണ് ഞാൻ. എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും എന്നല്ലാതെ എനിക്ക് അങ്ങനെ കോൺടാക്ട്സും കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ ഭയങ്കര ബാക്കിലോട്ടാണ് ഞാൻ. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കങ്ങനെ ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പം എന്താ പറയുക, അതിനുകൊണ്ട് ഞാൻ എൻ്റെ കൂടുള്ളവർക്ക് ഇപ്പം ആരാണെങ്കിലും ഓരോ ഫ്രണ്ടേ ഉള്ളെങ്കിൽ പോലും ഞാൻ അവരെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ്. കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പാണെങ്കിലും റിലേഷൻഷിപ്പാണെങ്കിലും റിലേറ്റീവാണ് ആരാണെങ്കിലും എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പോവല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തു നിൽക്കും. ഈ നമ്മുടെ നിഷ സാരംഗ ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരാൾ നമ്മളെ പറ്റിക്കുവാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ അവരുടെ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കത്തില്ലേ. കാരണം അവർ നമ്മളെ വിട്ടുപോകുമോ എന്നൊരു സാധനം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ ഒരു ടൈപ്പാണ്. കാരണം എന്താ പറയുക, ഇങ്ങനെ നിൽക്കും. പക്ഷേ ഈ 200% കൊടുത്തിട്ടും നമുക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോകത്തില്ല. പക്ഷെ ഞാൻ ടൈം എടുത്ത് എന്താണെങ്കിലും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് വെച്ചാണ് ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അതെന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പം ഞാൻ റിസൈൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ മെൻ്റലി പ്രിപ്പയർ ചെയ്യണം. കാരണം എന്ത് വന്നാലും ഞാൻ ഓക്കെ ആയിരിക്കണം, ഞാൻ ഹാപ്പി ആയിരിക്കണം എന്നൊരു സാധനം ഞാൻ ആ ഒരു ടൈം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ ഹാപ്പിനെസ്സിനെ കുറിച്ച്. പക്ഷേ ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ ഹാപ്പിയാണോ, ഞാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചത്. ഇത് ഞാൻ എന്താ പറയുക, ഭയങ്കരമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് എല്ലാം എടുത്ത് ഓക്കെ എന്ത് ഞാൻ എൻ്റെ മെൻ്റൽ പീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു ആ സാധനം ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. റിസൈൻ ചെയ്തു, ഇറങ്ങി. ടിൽ ഈ ഒരു ടൈം വരെ ഞാൻ ഹാപ്പിയാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞ് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ കിടക്കുമ്പോൾ എനിക്ക് ഓവർ തിങ്കിങ് ഇല്ല. ഞാനൊരു ഓവർ തിങ്കർ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഓവർ തിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഫണ്ടിൻ്റെ നമുക്ക് ജോലിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. പക്ഷേ ഞാൻ എന്താ പറയുക, അതർവൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആ എടുത്ത തീരുമാനത്തിൽ ഇപ്പോഴും ഹാപ്പിയാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കും, അതെനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതെനിക്ക് വേണ്ടി ചെയ്യേണ്ടൊരു സാധനമായിരുന്നു. കാരണം ഞാൻ എന്താ പറയുക, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിന് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫണ്ടിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്
എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ജോലി സെറ്റായിട്ടുണ്ട്, ഉടനെ ജോലിയിലേക്ക് മൂവ് ചെയ്യും, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകും. എനിക്കറിയാം എനിക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നൊരു കഴിവ് അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. അതാർക്കും വേണ്ടിയിട്ട് കളയാനുള്ളതല്ല, എന്തിനു വേണ്ടിയിട്ടും കളയാനുള്ള അല്ല. ഇപ്പം ചിലവരൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഇന്നാൾക്ക് വേണ്ടി ജീവിച്ചു, ഇന്നാൾക്ക് വേണ്ടിയിട്ട് ചെയ്തു, അതൊന്നുമല്ല. നമുക്കുള്ള ലൈഫ് അത് നമ്മുടേതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കാനുള്ളതല്ല. നമ്മൾ ഹാപ്പിയാണോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കെന്തെങ്കിലും, നമ്മൾ നാളെ മരിച്ചു പോയാലും ഒരു റിഗ്രറ്റും നമുക്ക് തോന്നരുത്. നമ്മളല്ലെങ്കിൽ അത് ചെയ്തില്ല, അല്ലെങ്കിൽ അന്ന് നമുക്കത് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്ന് ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ മേ ബി ഞാൻ ഹാപ്പിയായിട്ട് ഇപ്പം ഈ ശവപ്പെട്ടിയിൽ കിടന്നേനെ, അല്ലെങ്കിൽ എൻ്റെ ചിത എരിഞ്ഞേനെ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ലൈഫുള്ളൂ, അത് ആർക്കും വേണ്ടിയിട്ട് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ചിലർ ചിന്തിക്കും പറയാൻ എളുപ്പമാണ്, അത് ചെയ്യാനാണ് പാടെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. അത് ആർക്ക് വേണ്ടിയിട്ടും ഞാൻ ആ ഒരു സാധനം കളയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ആർക്ക് വേണ്ടിയിട്ടും ജീവിക്കുന്നില്ലെന്ന് പറയത്തില്ല. ഞാൻ എൻ്റെ ഫാമിലിയും കാര്യങ്ങളെല്ലാം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അല്ലെ അവർക്ക് അവരുടെ ഹാപ്പിനെസ് നോക്കണം, അതെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ടൊരു നോക്കുവാണെങ്കിൽ എവിടെയെങ്കിലും എൻ്റെ കോണിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു എന്നൊരു സാധനമാണ്. അതെനിക്ക് 2024 നല്ലപോലെ മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ 2025 കയറിയപ്പോഴും എനിക്കങ്ങനെ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കറിയാം എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എനിക്കിത് മുന്നോട്ട് ചെയ്യാൻ പറ്റും എന്നൊരു സാധനമുണ്ട്. അത് ഓവർ കോൺഫിഡൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഓവർ കോൺഫിഡൻസ് ആണ് എൻ്റെ ഒരു സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എല്ലാ പണികളും ഒതുക്കി രാത്രി നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ സാധിക്കണം. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഒരു ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതാണ് ലൈഫിൽ നമ്മൾ ഏറ്റവും വലുതായിട്ട് സമ്പാദിച്ച ഒരു കാര്യമെന്നാണ് എൻ്റെ ഒരു ഇത്. അത് നിങ്ങൾക്കും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളും വലിയ മനുഷ്യരാണ്, അല്ലെ വലിയ മനസ്സിനുടമയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ 2024 ഇതൊക്കെയായിരുന്നു. 2025 എന്താവുമെന്ന് നമുക്കറിയത്തില്ല, അത് കണ്ടിരുന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ ഒരിക്കലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഒന്നും ഞാൻ പറയത്തില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യിക്കാം. നിങ്ങളുടെ എന്ത് കമൻറ്റ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.